ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ മന്ത്രിസഭ അധികാരമേറ്റെടുത്തിട്ട് ഇത് 3-ാം ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള തീരുമാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എടുത്തുകൊണ്ട് അസാധാരണമായ ഒരു തുടക്കമാണ് ഈ മന്ത്രിസഭ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രകടിപ്പിച്ച അവരുടെ വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായി നടപ്പാക്കുന്നു എന്നതിൻ്റെ സൂചനകൾ വ്യക്തമായി ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. സത്യപ്രതിജ്ഞ ചെയ്ത് ആ 1-ാം ദിവസം കൂടിയ മന്ത്രിസഭയിൽ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിൽ 3 ഗ്യാരണ്ടികളിന്മേൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു അസാധാരണ സംഭവമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിലുള്ള സൗജന്യ യാത്ര. അത് തീരുമാനമെടുത്തു കഴിഞ്ഞു. ജൂൺ മാസം 15-ാം തീയതി മുതൽ അത് നടപ്പിലാക്കാനുള്ള മറ്റ് ക്രമീകരണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതെടുത്ത ഒരു സുപ്രധാനമായ തീരുമാനം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കുക എന്നത്. അത് സംബന്ധിച്ചും ആ മന്ത്രിസഭയിൽ ഔപചാരികമായ തീരുമാനം എടുത്തു. അതിനേക്കാൾ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച, അനേക ആളുകൾ വളരെ കൗതുകത്തോടും ജിജ്ഞാസയോടും ആകാംക്ഷയോടും കൂടി കാത്തിരുന്ന ഒരു അതിപ്രധാനമായ തീരുമാനമായിരുന്നു ആശാ വർക്കർമാരുടെ വേതനത്തിൽ വരുത്തിയ 3000 രൂപയുടെ വർധനവ്. ആശാ വർക്കർമാർ 166 ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിലുള്ള തെരുവിൽ വെയിലും മഴയും സഹിച്ചുകൊണ്ട് നടത്തിയ ഹൃദയഭേദകമായിട്ടുള്ള സത്യാഗ്രഹം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. ദിവസം കുറഞ്ഞത് 700 രൂപ കണക്കിൽ 21,000 രൂപ പ്രതിമാസ വേതനമായി ലഭിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. അവരുടെ രണ്ടാമത്തെ ആവശ്യം അവർക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യം എന്ന രീതിയിൽ പിരിഞ്ഞു പോകുമ്പോൾ കുറഞ്ഞത് 5 ലക്ഷം രൂപയെങ്കിലും ലഭിക്കത്തക്ക ഒരു സംവിധാനം ഉണ്ടാകണം. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ നടത്തിയതായിട്ടുള്ള സഹന സമരം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആളുകളെ ആകെക്കൂടെ വല്ലാതെ സ്പർശിച്ചു എന്നാണ് അന്നത്തെ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി ഡി സതീശൻ അവരുടെ സത്യാഗ്രഹ ഷെഡിൽ ചെന്ന് അവർക്ക് കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത് UDF മന്ത്രിസഭ അധികാരത്തിൽ വരികയാണെങ്കിൽ 1-ാം ദിവസത്തെ ക്യാബിനറ്റിൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കും എന്നാണ്. അതവർക്ക് വലിയ പ്രതീക്ഷ നൽകി. അവരുടെ ആവശ്യങ്ങളെല്ലാം അതേപടി അംഗീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തില്ല. അവരുടെ പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണെന്നും പരിഗണന അർഹിക്കുന്നതാണെന്നും അവരോട് തന്നെ പറയുകയും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം കൊടുത്ത അന്നത്തെ വാഗ്ദാനമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായതിന് ശേഷം അന്ന് തന്നെ കൂടിയ മന്ത്രിസഭയിലെടുത്തത്. അങ്ങനെ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ആർജവത്തോടുകൂടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇന്ന് 3-ാം ദിവസം കൂടിയ ഔപചാരികമായ മന്ത്രിസഭാ യോഗത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന അതിപ്രധാനമായ മറ്റൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ശ്രീ പിണറായി സർക്കാർ ഒരു കൂട്ടം ജനങ്ങളെ ആകമാനം ദുരിതത്തിലാഴ്ത്തിയ കെ-റെയിൽ പദ്ധതി പിൻവലിക്കുന്നു എന്ന തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പിണറായി സർക്കാർ ഈ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയ ദുരിതങ്ങൾ ആയിരക്കണക്കിന് പാവപ്പെട്ട ആളുകളെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതീവ ദുഃഖത്തിലും അതീവ വേദനയിലുമാക്കിയത്. മഞ്ഞക്കുറ്റി എന്ന് പറയുന്ന പ്രതീകാത്മകമായിട്ടുള്ള ഒരു കുറ്റി പല പാവപ്പെട്ട 5ഉം 6ഉം സെൻറ്റുള്ള പാവപ്പെട്ട ആളുകളുടെ അടുക്കളയിൽ പോലും കുഴിച്ചിട്ട് ഇത് കെ-റെയിലിന് വേണ്ടിയുള്ള ഭൂമിയാണ് എന്ന് പറഞ്ഞ് അവർക്ക് നക്കാപ്പിച്ച പ്രതിഫലം കൊടുത്താണ് അവരെ ദുരിതത്തിലാക്കിയത്. മാത്രവുമല്ല, ഈ
പ്രഖ്യാപനത്തിലൂടെ അവർ ഈ ഭൂമിയെല്ലാം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അവർക്ക് ശേഷിച്ച ഭൂമി പോലും പണയപ്പെടുത്തുന്നതിനോ ഏതെങ്കിലും തരത്തിൽ വായ്പയെടുത്ത് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ മക്കളുടെ വിവാഹത്തിനോ ചെലവഴിക്കാൻ പോലും കഴിയാകാത്ത അതീവമായ ഗുരുതരാവസ്ഥയിൽ ഒരു കൂട്ടം ജനങ്ങളെ അതിൻ്റെ പേരിൽ ദുരിതത്തിലാക്കിയ വളരെ വേദനിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെടുത്ത് അതീവ ആർജവത്തോടുകൂടി പറഞ്ഞിരിക്കുന്നു. ഈ കേരയിൽ എന്ന് പറയുന്ന സിൽവർ ലൈൻ പദ്ധതി എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ പേരിൽ ഏറ്റെടുത്തതായിട്ടുള്ള ഭൂമിയുടെ ഏറ്റെടുപ്പ് പ്രഖ്യാപനം റദ്ദ് ചെയ്തിരിക്കുന്നു. ആ ഭൂമി സ്വതന്ത്രമായി അതിൻ്റെ ഉടമസ്ഥർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തൊരു വലിയ പ്രഖ്യാപനമാണത്! പതിനായിരങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി സമരമുഖത്തിരുന്ന് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഉപാധികൾ മുഴുവൻ നഷ്ടപ്പെട്ട് 5-10 സെൻറ്റുള്ള ഭൂമി പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കടുത്ത പരിസ്ഥിതി ആഘാതം വരുത്തിക്കൊണ്ടുള്ള ഒരു വിശദമായിട്ടുള്ള പഠന റിപ്പോർട്ട് പോലുമില്ലാതെ ഈ കഴിഞ്ഞ പിണറായി സർക്കാർ ഈ ജനങ്ങളെ കുറേ കാലങ്ങളായി ദുരിതത്തിൻ്റെ ആഴത്തിൽ ഇറക്കിയത്. അതിൻ്റെ തിരിച്ചടി കൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറഞ്ഞാൽ അതും അധികം പറ്റാവുകയില്ല. ജനങ്ങൾ മടുത്തു. ഇനിയും ഒരു നിമിഷം പോലും ഈ സർക്കാരിനെ, ഞങ്ങളെയൊക്കെ ഈ ദുരിതത്തിലാക്കിയ ഈ സർക്കാരിനെ ഒരു നിമിഷം പോലും അധികാരത്തിൽ വയ്ക്കുകയില്ല, തിരിച്ചു കൊണ്ടുവരികയില്ല എന്ന പ്രതിജ്ഞ എടുത്ത പാവപ്പെട്ട ജനങ്ങൾ നൽകിയ ഒരു അംഗീകാരം കൂടിയാണ് UDFന് ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി പുതിയ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഏതായാലും ഈ LDFൻ്റെ ഭരണത്തിൽ ഉണ്ടാക്കിയ ഈ ദുരിതത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ച ഇന്നത്തെ ഈ പ്രഖ്യാപനം വളരെയേറെ സന്തോഷത്തോടും ആശ്വാസത്തോടും കരുതലോടും സ്നേഹത്തോടും കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചത് എന്ന് അവരുടെ പ്രതികരണത്തിൽ നിന്ന് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാഗ്ദാനങ്ങൾ നൽകുക മാത്രമല്ല, നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കുക എന്ന ആത്മാർത്ഥതയും ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തു നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇന്നെടുത്ത മറ്റൊരു പ്രധാന തീരുമാനം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതായത് കേരളത്തിൽ അത്യന്തം രൂക്ഷമായിരിക്കുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കുന്നത് ഒരളവ് വരെ പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെയാണ്. അവർ നടത്തുന്ന പരീക്ഷയിൽ കഠിനാധ്വാനം ചെയ്ത് പല വിഷയങ്ങളിൽ പല തസ്തികകളിൽ റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ട ആളുകൾക്ക് പോലും വർഷങ്ങളായി നിയമനം നടത്താതെ, 1ാം റാങ്കിൽപ്പെട്ട ആളുകൾക്ക് പോലും നിയമനം നടത്താതെ അത്യന്തം വളരെ ക്രൂരമായിട്ടുള്ളൊരു സമീപനമായിരുന്നു പിണറായി സർക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ സ്വീകരിച്ചിരുന്നത്. ഉള്ള തസ്തികകളിൽ പോലും നിയമനം നടത്തുന്നില്ല. മറിച്ച് പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന പട്ടിക അനുസരിച്ച് പിൻവാതിൽ നിയമനം നടത്തി കഷ്ടപ്പെട്ട് പഠിച്ച പരീക്ഷ പാസ്സായി PSC ജോലിക്ക് വേണ്ടി കാത്തിരുന്ന ആളുകളെ അവഗണിച്ചുകൊണ്ട് അവരെയും തെരുവിലിറക്കിയ ഒരു ഭരണമായിരുന്നു ഈ പിണറായി സർക്കാരിൻ്റേതെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു. അവരും ഏതെല്ലാം തരത്തിലുള്ള ദുരിതത്തിലൂടെയാണ് ഈ റാങ്കിൽ പേരുള്ള ആളുകൾ കടന്നുപോയത്. അതിൻ്റെ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നെടുത്ത മറ്റൊരു തീരുമാനം, ഓഗസ്റ്റ് 31-ാം തീയതി കാലാവധി തീരുന്ന എല്ലാ പബ്ലിക് സർവീസ് കമ്മീഷൻ റാങ്ക് ലിസ്റ്റിൻ്റെയും കാലാവധി 2026 നവംബർ മാസം 30 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അതായത് 3 മാസം കൂടെ ഈ പറയുന്ന റാങ്ക് കാലാവധി ദീർഘിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടുകയില്ല. കാരണം ബന്ധപ്പെട്ട വകുപ്പുകളിലെ അതിൻ്റെ ചുമതലയുള്ള ആളുകൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യണം. അവരുള്ള വേക്കൻസികൾ പോലും പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സാഹചര്യമായിരുന്നു പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ളത്. അവരത് കൃത്യമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലുള്ള കുറേ ആളുകൾക്കെങ്കിലും നിയമനം കിട്ടുകയും അങ്ങനെ അവരുടെ ജീവിതമാർഗം കണ്ടെത്താൻ കഴിയുകയും ചെയ്യുമെന്നുള്ള മനുഷ്യത്വപരമായ ഒരു തീരുമാനമാണ് ഇന്നെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വരുന്ന മാസം ഓഗസ്റ്റ് മാസത്തിൽ അവസാനിക്കാൻ സാധ്യതയുണ്ടായിരുന്ന പട്ടികകളെല്ലാം 3 മാസത്തെയോട് ദീർഘിപ്പിച്ചതുകൊണ്ട് കുറേ ചെറുപ്പക്കാർക്കെങ്കിലും അഭ്യസ്തവിദ്യരായിട്ടുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുറച്ചു പേർക്കെങ്കിലും സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടാകുമെന്നുള്ളതും അത്യന്തം ആശാവഹമായിട്ടുള്ള ഒരു തീരുമാനമാണ്.
അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടും ജാഗ്രതയോടും കൂടി ഈ പുതിയ സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് എല്ലാവരും വളരെയേറെ വികാരത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് വച്ചിരിക്കുന്നത്. പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രതിഷേധക്കാരുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ച പോലീസ് ക്രൂരന്മാരുടെ നടപടികളെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിനായി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും രൂപീകരിച്ചു എന്നുള്ളതും മന്ത്രിസഭ എടുത്ത ഒരു സുപ്രധാനമായ തീരുമാനമാണ്. അതും ഇതിൻ്റെ ഭാഗമായി കാണണം. എന്തായാലും ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് ഈ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അവരവരുടെ തീരുമാനങ്ങളിലൂടെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ പുറകെ മറ്റു പല തീരുമാനങ്ങളും വരും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയും വിതരണം വൈകാതെ നടപ്പാക്കും. അങ്ങനെ പലതരത്തിലുള്ള ഈ ജനോപകാരപ്രദമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ സർവാത്മന കേരളത്തിലെ പൊതുസമൂഹം മനസ്സിൽ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് പൊതുസമൂഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടത്.